നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഒരു സിനിമ ക്രിസ്മസ് സീസണിൽ തിയേറ്ററിലെത്തി. ഹിറ്റ് കോംബോ പ്രിയദർശൻ മോഹൻലാൽ. അഭിമന്യു കിലുക്കം എന്ന സിനിമ ആ വർഷം തന്നെ ആ ഓണത്തിന് ഇറങ്ങി സൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഒന്നിച്ച സിനിമയാണ് അഭിമന്യു. ടി ദാമോദരന്റെ സ്ക്രിപ്റ്റാണ്. ഇതിനു മുമ്പ് ആര്യൻ എന്ന സിനിമയൊക്കെ ടി ദാമോദരൻ്റെതായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശേഷം ഒരുപാട് സിനിമകൾ, കാലാപനം പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ അന്ന് ത്രൂ ഔട്ട് ഒരു ബോംബെയിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അണ്ടർവേൾഡ് ഒരു സെറ്റപ്പിലുള്ള ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു സിനിമയായിരുന്നു. അതിൽ ആ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രാമായണക്കാറ്റ് എന്ന പാട്ടാണ്. ആ ഒരു സിനിമയിൽ ശങ്കർ ഒരു ഗ്യാപ്പിനെ, എനിക്ക് ശങ്കർ കിഴക്കൊണ്ടൊരു പക്ഷി, അഭിമന്യു, രണ്ട് സിനിമ 91 മോഹൻലാലിന്റെ കൂടെ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ശങ്കർ ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന് അഭിനയിച്ച സിനിമയായിരുന്നു കിഴക്കൊണ്ടൊരു പക്ഷി. അത് വലുതായിട്ട് വിജയിച്ചില്ല. പിന്നെയാണ് അഭിമന്യു. അഭിമന്യു സിനിമ അന്ന് വിജയിച്ചൊരു സിനിമ തന്നെയാണ്. അന്ന് ആ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ്, അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്. പക്ഷെ ബഡ്ജറ്റിനൊക്കെ ബ്രേക്ക് ഈവൻ ആയിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. VBK മേനോനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് നമുക്കറിയാം, മോഹൻലാൽ മരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ഓഡിയൻസിന് കുറച്ചൊരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അത് കിലുക്കൊന്നും പോലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു ആര്യൻ പോലത്തെ ഒരു ലെവലിലോട്ടൊന്നും ആ ഒരു സിനിമ എത്തിയിട്ടില്ല. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. നല്ലൊരു സ്റ്റാർ കാസ്റ്റും പാട്ടുകളും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ സിനിമ കണ്ടത് തൃശ്ശൂര് ചാലക്കുടി സുരഭി തിയേറ്ററിലാണ്. ഞാനൊക്കെ ചെറിയ കുട്ടി, 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണ്. എനിക്കന്ന് മോഹൻലാലൊക്കെ ക്ലൈമാക്സ് മരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമായിരുന്നു. ആ സിനിമ അത് കഴിഞ്ഞിട്ട് പിന്നീട് പല ഭാഷകളിലേക്ക് വന്നിട്ടുണ്ട്. തലൈനഗരം എന്ന 2006 സിനിമയാണ്. നമ്മുടെ സുന്ദർശ്രീയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമ ഏകദേശം ഇതിന്റെ കഥയൊക്കെ ആയിട്ടൊക്കെ ഒരു സാമ്യമുണ്ട്. പിന്നെ തെലുങ്കിലും ആ ഒരു സിനിമ സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും തലൈനഗരത്തിന്റെ ഒരു റീമേക്ക് എന്ന രീതിയിലാണ് തെലുങ്കിൽ വന്നിരിക്കുന്നത്. അത് ശ്രീകാന്തും ജഗപതി ബാബുവും ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്.